നമ്മൾ ആറ്റുകാലിലേക്കാണ് പോകുന്നത്. ലിഡിയ ജേക്കബ് നമുക്കിപ്പോൾ മുട്ടടയിൽ നിന്ന് ചേരുകയാണ്. പറയൂ ലിഡിയ. സാധാരണഗതിയിൽ ഈ പൊങ്കാലയ്ക്ക് നമുക്ക് ചിരപരിചിതമായിട്ടുള്ള കുറച്ച് മുഖങ്ങൾ ഉണ്ടാവും. അത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഖങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു പ്രമുഖ മുഖങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം ആനി ചേച്ചി. ആനി ചേച്ചി ഇപ്രാവശ്യവും പൊങ്കാല ഇടുന്നുണ്ട്. ചേച്ചി ഇപ്രാവശ്യവും പൊങ്കാല ഇടുന്നുണ്ട്. വർഷങ്ങളായി ഇട്ട് വരികയാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ വന്ന് ചോദിക്കാറുണ്ട് ചേച്ചിയുടെ അടുത്ത്. എന്താ തോന്നണം, ഇപ്പൊ എന്താ തോന്നുന്നത്? മോളെ ശരിക്കും പറഞ്ഞാൽ ദേവിയോട് നന്ദിയേ ഉള്ളൂ. അമ്മ എനിക്ക് എന്നുള്ള ആരോഗ്യവും ആയുസ്സും എല്ലാം തരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അമ്മയോടുള്ളൊരു നന്ദി. സത്യം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ വെച്ചായിരിക്കും ഓരോ പ്രാവശ്യവും പൊങ്കാല ഇടുന്നത്. ഇപ്രാവശ്യം എന്താ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടോ? ദേവിയോടെ നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ ആവശ്യങ്ങൾ പറയാത്ത ഓരോരു മനുഷ്യരും ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും പൂർണ്ണ സമർപ്പണം അമ്മയിലേക്ക്. അതാണ് എൻ്റെ മെയിൻ ഇത്. അല്ലാതെ ഇന്നതെന്നല്ല. നമ്മളായിട്ട് നമ്മളെ പൂർണ്ണമായി അമ്മയിലേക്ക് സമർപ്പിക്കുക എന്ന് പറയില്ലേ, അത് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. പ്രത്യേകിച്ച് ആനിച്ചേച്ചിയുടെ വീടെന്ന് പറയുന്നത് അത് ഒരുപാട് പേരുണ്ടാവും. നമുക്കറിയുന്ന ഒരുപാട് മുഖങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ നമുക്ക് അറിയുന്ന കുറച്ച് മുഖങ്ങൾ കൂടിയുണ്ട്. ബീന ചേച്ചി ആദ്യമായിട്ടാണോ ഇടുന്നത്? എങ്ങനെ? ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അതിനുശേഷം ഇത് സെക്കൻഡ് ടൈമാണ്. അത് ഇവളോടൊപ്പം ആയി. ഇന്ന് അതും ദൈവം നിശ്ചയെന്ന് ഞാൻ അമ്മയുടെ അനുഗ്രഹം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുന്നു. കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു, പറ്റിയില്ല. ഈ വർഷവും കറക്റ്റ് ടൈമിൽ അവൾ ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് ഇവിടെ എന്തായാലും ആ ഒരു പുണ്യകർമ്മത്തിൽ ഇപ്രാവശ്യം ഞാനും പങ്കെടുക്കുന്നു. അങ്ങനെ ഒരുപാട്. ചേച്ചി പാചകത്തിന്റെ പല പരീക്ഷണങ്ങളും നടത്തുന്നതാണ്. നമ്മൾ പല തവണ അത് കാണാറുള്ളത് കൂടിയാണ്. അപ്പൊ ഇപ്രാവശ്യം എന്താ ചേച്ചി സ്പെഷ്യൽ? എൻ്റെ മോളെ ഞാൻ ഈ പായസത്തിന് മാത്രം അതാ ഇപ്രാവശ്യം ഒരു ട്രോളും കൂടെ ഇടുന്നു. എന്താ അതിന് മാത്രം എനിക്ക് കുറവില്ല. അതിന് മാത്രം എനിക്കൊരു കുറവുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മോളെ, ഏട്ടൻ അമ്മ പറഞ്ഞു തന്ന ഒരു കൂട്ടുണ്ട്. ആ കൂട്ടാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. അതിന് മാറ്റം വരുത്തിയിട്ടില്ല. എല്ലാ പ്രാവശ്യവും നമ്മള് ഷാജിച്ചേട്ടനെ കാണാറുണ്ട്. പക്ഷെ മുന്നണിയിലല്ല, പിന്നണിയിലാണ് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും അതിനൊരു മാറ്റവും ഇല്ല. സപ്പോർട്ടായിട്ട് ഞാൻ എന്റെ സിനിമയിലും പിന്നണിയിലല്ലേ, പിന്നിൽ നിന്ന് പ്രവർത്തിക്കാതെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടേ. മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്റെ വൈഫിനും അവരുടെ എല്ലാവർക്കും. വിളിച്ചു വരുത്തിയതാണോ ചേച്ചി ഈ സമയത്തായ? അത് മസ്റ്റായിട്ട് വന്നേ പറ്റു തോന്നുന്നത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടായിരുന്നു, ഞാൻ ഓടി വന്നതാണ്. പേടിച്ചിട്ട് വന്നതാണ്. അതെ അതെ ഇല്ല, അമ്മയുടെ അനുഗ്രഹം കൂടെ ഒന്ന് സമ്പാദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും. ഓരോ പ്രാവശ്യവും ആളുകളും തിരക്കും ഒക്കെ കൂടി വരികയാണ്. അപ്പൊ അമ്മയുടെ അടുത്തോട്ട് പോയി പിന്നെ പൊങ്കാല ഇടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ചേച്ചി എപ്പോഴും വീട്ടിൽ തന്നെയാണ്. ചേച്ചി എന്താണ് അത്? വേറെ ഞാൻ അവിടെ തന്നെയാ പോയി ഇട്ടോണ്ടിരുന്നത്. പിന്നെ ഏട്ടൻ്റെ അമ്മ എന്നെ കൂടെ കൊണ്ടുപോയി എല്ലാം ഇടിയിച്ചോണ്ടൊക്കെ ഇരുന്നത്. അപ്പൊ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായപ്പം അമ്മയ്ക്ക് ഈ ഓളവും അതെല്ലാം അമ്മയ്ക്ക് മിസ്സായി, സങ്കടമായി തുടങ്ങി. പോവാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പൊ അതെനിക്ക് മനസ്സിലായപ്പോ ഞാൻ വിഷമിക്കേണ്ട അമ്മ, ഉള്ളത് ഓണം പോലെ നമുക്ക് നമ്മുടെ നടയിലിടാം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് സഹായിക്കുന്നതിലും അതിൽ വന്നൊന്ന് ഇൻവോൾവ് ആകുമ്പോൾ ഒരു എൻഗേജ്ഡ് ആവുമല്ലോ. അപ്പൊ അമ്മയ്ക്ക് അതൊരു സന്തോഷം. അപ്പൊ അന്ന് തൊട്ട് ഞാൻ വീട്ടിൽ ഇടാൻ തുടങ്ങി. പിന്നെ കോവിഡായ പിന്നെ അതിങ്ങ് സ്ഥിരമായി. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും അറിയുന്ന പോലെ കൊല്ലം എല്ലാവരും വരുന്നുണ്ട്. അപ്പം അടുപ്പ് കൂടുന്നതനുസരിച്ച് അല്ലാതെ ദേവിയുടെ കൃപ കൊണ്ട് അത് നടക്കട്ടെ. അതാണ് എനിക്കും ഇഷ്ടം. ഇപ്പൊ ഓരോ വർഷവും കാത്തിരിപ്പാണ് അടുത്ത പൊങ്കാലയിലേക്ക്. സത്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ക്രിസ്മസും ഓണത്തിനെ കാട്ടിലും കൂടുതൽ എല്ലാരും ഇപ്പൊ പൊങ്കാലയ്ക്ക് വേണ്ടിയാ ഒരുങ്ങുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ഇപ്പോൾ ആനിച്ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് സിനിമ സീരിയൽ രംഗത്ത് നിന്നുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ ഒരുപാട് പേരുണ്ട്, സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഒന്നു ചേർന്നാണ് പൊങ്കാല മഹോത്സവം ആഘോഷിക്കുന്നത്, പൊങ്കാല ഇടുന്നത്. എന്തായാലും അതിന്റെ ആഘോഷ പരിപാടികൾ ആണ്. അത് അല്പസമയത്തിനുള്ളിൽ പൊങ്കാല ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആരംഭിക്കും. പണ്ടാര അടുപ്പിൽ അല്പസമയത്തിനകം അഗ്നി പകരും. അതോടുകൂടി ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. നമ്മളും അത്തരത്തിലുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഉള്ളത്. SKN ഒരു ജനലക്ഷങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളും ആ ഒരു മഹോത്സവത്തിൽ പങ്കുചേരുകയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.